എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ആമസോണിൽ നിന്ന് ഈയിടെയായിട്ട് ഞാൻ ഒരു പ്രൊഡക്റ്റും കൂടി വാങ്ങിയിരുന്നു. ഒരു റാക്ക്, കിച്ചണിലേക്ക് പ്ലേറ്റ്സ് ഒക്കെ വയ്ക്കാനായിട്ട് ഒരു കുഞ്ഞൊരു റാക്ക് വാങ്ങിയിരുന്നു. ഓൾറെഡി എൻ്റെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റാക്കായിരുന്നു. അപ്പം ഞാൻ പ്ലാസ്റ്റിക്കിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ഇരുമ്പിൻ്റെ റാക്കാണ് ഇത്തവണ വാങ്ങിയത് കേട്ടോ. സ്റ്റീലാവുമ്പോൾ അതിന് പെട്ടെന്ന് തന്നെ റസ്റ്റൊക്കെ പിടിക്കുന്നതുകൊണ്ട് സ്റ്റീൽ വാങ്ങിയില്ലായിരുന്നു. അപ്പോൾ ഇതൊരു ബ്ലാക്ക് കളർ കണ്ടപ്പോൾ നന്നായിട്ടുണ്ടെന്ന് തോന്നി, അതാണ് എടുത്തത്. അപ്പോൾ ഇതെല്ലാം എടുത്ത് നമുക്കിത് അങ്ങനെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അൺബോക്സിങ്ങും ഫിക്സിങ്ങുമാണ് ഇന്നത്തെ. ഇതാണ് രണ്ട് സൈഡിലുള്ള സപ്പോർട്ട്സ് നമ്മുടെ സ്റ്റാൻഡിന്. ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഗ്ലാസ്സിൽ നമുക്ക് സ്പൂണും കത്തിയും ഒക്കെ വേണമെങ്കിൽ വെക്കാം. ഈ സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡിൽ നമ്മുടെ കട്ടിംഗ് ബോർഡ് അങ്ങനെയുള്ള ഐറ്റംസ്, പ്ലേറ്റ്സോ വലിയ പ്ലേറ്റിൽ നമ്മുടെ സെർവിങ് പ്ലേറ്റ് ഒക്കെ വെക്കാൻ വേണമെങ്കിൽ അത്യാവശ്യത്തിന്. ഇതിലാണ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ യൂട്ടൻസിൽസ്, അതായത് കയ്യിൽ പോലുള്ള സാധനങ്ങൾ വെക്കാനും, ഇത് അതിലുള്ള വെള്ളം ഇതാവാനും. ഇത് ബുഷും ബാക്കി സ്ക്രൂവും സാധനങ്ങളുമാണ്. ഇനി ഇത് തുറക്കുമ്പോൾ ഇതിലാണ് പ്ലേറ്റ് വെക്കാനുള്ള സ്റ്റാൻഡ്. ഇതാണ്. ഇതൊരു 2 ടയർ സ്റ്റാൻഡാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. മുകളിലും താഴെയായിട്ട് താഴത്തും വെറുതെ വെക്കുന്നതല്ല. അപ്പോൾ താഴത്ത് വേണമെങ്കിൽ വല്ല ഡിഷസോ അല്ല എങ്കിൽ നമ്മുടെ ഇത് വെള്ളം തങ്ങി നിൽക്കാനുള്ള പ്ലേറ്റ്. അപ്പം നിലത്തേക്കൊന്നും വെള്ളമാവില്ല. നല്ല കോമ്പാക്റ്റ് ആയിട്ട് തോന്നിയത് കൊണ്ട് വാങ്ങിയത് കേട്ടോ. ഇത് ഇൻസ്ട്രക്ഷൻ മാനുവൽ എങ്ങനെയാണ് നമുക്ക് അസംബിൾ ചെയ്യേണ്ടത് എന്നുള്ളത്. വേറൊരു പ്ലേറ്റും കൂടിയുണ്ട്. അതിൻ്റെ അടിയത്തെ ഇതിൽ വെക്കാനുള്ള ട്രേക്കുള്ള പ്ലേറ്റും കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലാണ്. ഇത് സെക്കൻഡ്. അതിൽ നമുക്ക് താഴത്തുള്ള ട്രേയിൽ വേണമെങ്കിൽ നമുക്ക് ഗ്ലാസ്സുകൾ വെക്കാം, അതല്ല ബൗൾസ് വേണമെങ്കിൽ വെക്കാം, അങ്ങനെ വെക്കാം. ഇത് അതിൻ്റെ സൈഡിലുള്ള സൈഡിൽ സപ്പോർട്ട് ചെയ്യാനുള്ളതാണ്, സ്റ്റാൻഡാണ്. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാനിതിനെ താഴത്ത് വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാദ്യം നമുക്ക് നെട്ടും ബോൾട്ടൊക്കെ ഒന്ന് ഊരിയെടുക്കാം. 4 ബുഷുകളുണ്ട്, കൂടാതെ എൽക്കി വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വേറെ സ്ക്രൂ ഡ്രൈവറും ഒന്നും വേണ്ട. ഇത് നമുക്ക് ജസ്റ്റ് ഇട്ട് നമുക്ക് തന്നെ എല്ലാം തനിയെ തന്നെ അസംബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാ ഇൻസ്ട്രക്ഷൻ മാനുവൽ. ഇനി ഞാനിതൊന്ന് അസംബിൾ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇതാണ് താഴത്തെ ട്രേ ആണ്. ആദ്യം നമ്മൾ അസംബിൾ ചെയ്യേണ്ടത് താഴത്തെ ട്രേ ആണ്. ഞാനിപ്പോൾ നെട്ടൊക്കെ ഇതുപോലെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട്, ഞാൻ ഒറ്റയ്ക്ക് വെക്കുന്നതുകൊണ്ട്, ഫിക്സ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ നിലത്ത് വെച്ച് ഞാൻ ഒരു ടേബിളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. 2 പേരുണ്ടെങ്കിൽ ഇത്ര പോലും ടൈം എടുക്കില്ല. നിങ്ങൾക്ക് 2 പേരും 2 സൈഡിൽ നിന്ന് പിടിച്ചിട്ട് അങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് വെച്ച ഉടനെ നമ്മൾ ഒരിക്കലും ആദ്യം തന്നെ ഫുൾ ടൈറ്റൊന്നും ആക്കാൻ പാടില്ല. ഞാനിത് ഇപ്പുറത്തെ സൈഡും കൂടി വെച്ചിട്ട് അതിനെ ഒന്ന് ടൈറ്റ് ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ട് എൽക്കി ഉപയോഗിച്ചിട്ട് ആദ്യം തന്നെ ടൈറ്റ് ചെയ്യരുത്. അപ്പം നമുക്ക് ആ മുകളിൽ റാക്ക് വയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എല്ലാ ഫിക്സിങ്ങും കഴിഞ്ഞിട്ട് എല്ലാ സൈഡും ടൈറ്റ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിതാ ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ല എങ്കിൽ മുകളിൽ വയ്ക്കാൻ ബുദ്ധിമുട്ടാവും. ഫുള്ളി ടൈറ്റ് ആക്കുന്നില്ല. ഇനി മുകളിലത്തെ പാർട്ടും കൂടി ഇതുപോലെ ഇങ്ങോട്ട് വെച്ച് കൊടുത്ത് 4 സൈഡിലും ഇതേമാതിരി തന്നെ നമുക്ക് സ്ക്രൂ ഇട്ട് കൊടുക്കാം. എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതുകൊണ്ട് നമുക്ക് വേറൊന്നും സ്ക്രൂ ഡ്രൈവറോ ബാക്കിയുള്ളതൊന്നും അന്വേഷിച്ച് പോകണ്ട. ബ്ലാക്ക് കളറിനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടം കേട്ടോ. അപ്പം ഞാൻ ബ്ലാക്ക് തന്നെ വാങ്ങുകയും ചെയ്തു. അപ്പോൾ തുരുമ്പൊന്നും പിടിക്കുകയില്ല. ഇതിൽ ഓൾറെഡി തന്നെ നമ്മുടെ കളറൊക്കെ കോട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് 4 സൈഡുണ്ട്. സ്റ്റീലിൻ്റെ വാങ്ങിയിട്ട് എനിക്ക് 1-2 പ്രാവശ്യം വെള്ളമായിട്ട് ഇന്ന് റസ്റ്റ് ആവുന്ന മാതിരി തോന്നിയിരുന്നു. ഇതാ 4 സൈഡിലും സ്ക്രൂ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ടൈറ്റ് ചെയ്യുകയും കൂടി ചെയ്യാം. 4 സൈഡും ഇതുപോലെ എൽക്കി ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡ് റെഡി. ഇതെല്ലാം ടൈറ്റായി കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ ബുഷുകളും കൂടി 4 സൈഡും ഇതുമാതിരി അങ്ങോട്ട് കൈകൊണ്ട് തന്നെ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ 4 സൈഡും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡ് റെഡി. ഇപ്പോൾ 4 സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി സൈഡിലുള്ള ട്രേയും കൂടിയിട്ടുണ്ട്. ആ ട്രേ ഏത് ഭാഗത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം കേട്ടോ. ഇപ്പുറം അപ്പുറം എവിടെ വേണമെങ്കിലും വെക്കാം, യൂസ് ചെയ്യുന്നതിനനുസരിച്ച്. അപ്പോൾ ഫുള്ളായിട്ട് സെറ്റായിട്ടുണ്ട്. കപ്പും വെച്ചിട്ടുണ്ട്. ട്രെയിനി മുകളിലുള്ള ട്രെയും താഴത്തുള്ള ട്രെയും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം കളറായിട്ടുണ്ടല്ലേ. നല്ലൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി. എത്ര കാലം ലാസ്റ്റ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങി. അപ്പോൾ ഞാൻ അതിനെ കിച്ചണിൽ പോയി സെറ്റ് ചെയ്യുകയും ചെയ്തു കേട്ടോ. ഞാൻ താഴത്ത് സിമ്പിളായിട്ട് ഗ്ലാസ്സുകളും വെച്ചിട്ടുണ്ട്, മുകളിൽ പ്ലേറ്റുകളും സൈഡിൽ നമ്മുടെ കട്ടിംഗ് ബോർഡും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് അത്യാവശ്യമുള്ളത് സ്പൂണൊക്കെ ഞാൻ വെക്കുന്നത് വേറെ സ്ഥലത്താണ്, അതുകൊണ്ട് തന്നെ ഇതിലെല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അൺബോക്സിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക് യു.